മതഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനമായ തൂത പാറൽ വാഫി കോളേജ് സന്നദ്ധാന നിറവിൽ 74 വിദ്യാർത്ഥികളാണ് വാഫി കോഴ്സ് പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത്. ഒരു വ്യാഴവട്ടക്കാലമായി മതഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാറൽ ദാറുൽ ഉലൂം ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജ് സന്നദ്ധാന സമ്മേളനത്തിനുള്ള ഒരുക്കത്തിലാണ്. സമുദായത്തിൽ സാമൂഹ്യ പുരോഗതി ലക്ഷ്യമാക്കി 2004 ദാറുൽ ഉലൂം ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജ് എന്ന പേരിൽ പാറലിൽ വാഫി കോളേജ് തുടങ്ങിയത്. മതപരവും ബൗദ്ധികവും സാമൂഹികവും സാങ്കേതികവുമായ വിഷയങ്ങളിൽ 7 വർഷം ദൈർഘ്യമുള്ള കോഴ്സാണ് വാഫി കോഴ്സ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 74 പേർ വാഫി കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങി. കേരളത്തിൽ 50ഓളം വാഫി കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റു കോളേജുകളെ അപേക്ഷിച്ച് പാഠ്യ പഠനേതര രംഗങ്ങളിലെല്ലാം പാറൽ വാഫി കോളേജ് മുന്നിലാണ്. മതചിട്ടയും തികഞ്ഞ അച്ചടക്കവും മെച്ചപ്പെട്ട അക്കാദമിക് നിലവാരവും നിലനിർത്തി ഉയർന്ന വിദ്യാഭ്യാസം തന്നെയാണ് ഇവിടെ നിന്നും നൽകുന്നത്. കഴിവുറ്റ പണ്ഡിതരും അധ്യാപകരുമാണ് അതിന് നേതൃത്വം നൽകുന്നത്. हजरत अबू बकर रज़ियल्लाहु अन्हु प्यारे नबी सल्लल्लाहु अलैहि वसल्लम के बचपन से लेकर आखिरी वक्त तक अच्छे और सच्चे दोस्त रहे. വാഫി കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കിയവർ ഇന്ന് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നു. മതരംഗത്ത് പ്രവർത്തിക്കുന്നവരും ഉണ്ട്. അക്കാദമിക് രംഗത്തും അല്ലാത്ത രംഗത്തുമൊക്കെ വിദ്യാർത്ഥികൾ വളരെയധികം ഉയർന്ന് നിലവാരം പുലർത്തുന്നുണ്ട്. നമ്മുടെ കോഴ്സ് പഠിച്ച ആളുകൾ MBA കഴിഞ്ഞ് വലിയ ജോലികളിലുണ്ട്. പള്ളികളിലും അതുപോലെ തന്നെ അറബി കോളേജുകളിലും അതിലുപരി വലിയ കലാലയങ്ങളിലൊക്കെ അവരുടേതായ സ്വാധീനം ചെലുത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. MEd പൂർത്തിയാക്കിയ ആളുകളുണ്ട്. വാഫി കോഴ്സ് പൂർത്തിയാക്കിയ 74 പേർക്കും ഡിസംബറിൽ പെരിന്തൽമണ്ണയിൽ നടക്കുന്ന 12ാമത് വാർഷിക സമ്മേളനത്തിൽ സനദുകൾ ദാനം ചെയ്യും. സന്നദ്ധാന സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം പാതിരമണ്ണ അബ്ദുറഹ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് സന്തോഷമായി ഖബറിൽ കടക്കാൻ ഇന്ന് നമ്മുടെ മുമ്പിൽ ഏറ്റവും അതിന് പറ്റിയ ഒന്നാണ് നാം ഈ ഒരുമിച്ച് കൂടിയ തൂത പാറൽ വാഫി കോളേജ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നാം അതിനെ സ്നേഹിക്കുന്നവരാവണം, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാവണം. അതിൻ്റെ 75 പണ്ഡിതന്മാർക്ക് സനദ് ദാനം നൽകുന്ന മഹാസമ്മേളനമാണ് ഈ അടുത്ത 18-ാം തീയതി വരാൻ പോകുന്നത്. സമ്മേളനത്തിന്റെ നടത്തിപ്പിന് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ മുഖ്യ രക്ഷാധികാരിയായി സംഘാടക സമിതി രൂപീകരിച്ചു. PK മുഹമ്മദ് കോയത്തങ്ങൾ ചെയർമാനും അലി ഫൈസി കൺവീനറും കുഞ്ഞീദു ഹാജി ട്രഷററുമായ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. റഹ്മത്തുള്ള കാസിമി മുത്തേടം, മഅ്മൂൻ ഹുദവി വണ്ടൂർ, സിംസാറുൽ ഹക്ക് ഹുദവി എന്നിവരുടെ പ്രഭാഷണങ്ങളാണ് സന്നദ്ധാന സമ്മേളനത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. വാഫി കോളേജിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പുരോഗമിച്ച് വരുന്നുണ്ട്. കെട്ടിട നിർമ്മാണത്തിന്റെ തുക കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് സംഘാടകർ വിപുലമായ രീതിയിൽ സന്നദ്ധാന സമ്മേളനം സംഘടിപ്പിക്കുന്നത്.